കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു വയോധിക ദമ്പതികളോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ 60 വർഷമായി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചത് എങ്ങനെയാണ്? അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ജീവിച്ച കാലത്ത് തകരുന്ന സാധനങ്ങൾ ഉപേക്ഷിക്കാറില്ലായിരുന്നു, നന്നാക്കി വീണ്ടും ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ പരസ്പരം ഉപേക്ഷിച്ചില്ല, ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു, വീണ്ടും ഒരുമിച്ച് നടന്നു. ഈ ചെറിയ മറുപടിയിൽ ദാമ്പത്യത്തിന്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയർ യേശുവിനോട് ചോദിക്കുന്നു, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുമോ? യേശു നിയമത്തിന്റെ വാക്കുകളിലല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. വിവാഹം ഒരു കരാർ മാത്രമല്ല, അത് ദൈവ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വിശുദ്ധ ഉടമ്പടിയാണ്. സ്നേഹം എന്നത് വികാരം മാത്രമല്ല, ഓരോ ദിവസവും പരസ്പരം തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇന്നത്തെ ലോകത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നു. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹത്തിൽ വളരുവാനുമാണ്. ഈ വചനം വിവാഹിതർക്ക് മാത്രമല്ല, എല്ലാ ബന്ധങ്ങളിലും വിശ്വസ്തതയും ആത്മാർത്ഥതയും പാലിക്കുവാൻ ഓരോ ക്രൈസ്തവരെയും വിളിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും അങ്ങനെ തന്നെ ഉറച്ചതായിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും പ്രാർത്ഥനയും ക്ഷമയും വളർന്നാൽ ആ കുടുംബങ്ങൾ ദൈവരാജ്യത്തിന്റെ ചെറിയ പ്രതിബിംബങ്ങളായി മാറും. സ്നേഹത്തിന്റെ ശക്തി ക്ഷമയിലാണ്. വിശ്വസ്തത എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറയാണ്. ദൈവത്തെ കേന്ദ്രമാക്കിയ കുടുംബം പ്രതിസന്ധികളിലും തകരുകയില്ല. ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ പ്രാർത്ഥനയിലൂടെ സംരക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നിന്റെ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ. ക്ഷമിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് അവരുടെ സ്നേഹം എന്നും ദൃഢമാക്കണമേ. നിന്നോടുള്ള വിശ്വസ്തതയിൽ ഞങ്ങളെ വളർത്തി നിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ